കൊല്ലം മാലഞ്ചേരിയിലുണ്ടായ വാഹനാപകടത്തിൽ ബൈക്ക് യാത്രികന് പരിക്കേറ്റത് ചണ്ണപ്പെട്ട സ്വദേശി അഖിലിന്. അപകടം അമിത വേഗതയിലെത്തിയ കാർ ബൈക്കുമായി കൂട്ടിയിടിച്ച്. കളിക്കുന്നതിനിടെ നീന്തൽ കുളത്തിൽ വീണ 3 വയസ്സുകാരൻ മരിച്ചു. മൂവാറ്റുപുഴ പേഴക്കാപ്പിള്ളിയിൽ ബന്ധുവിന്റെ വീട്ടിലെ കുളത്തിലാണ് കുട്ടി വീണത്. പായിപ്ര സ്വദേശി അബ്രഹാം സെയ്ദാണ് മരിച്ചത്. കോട്ടയം വൈക്കത്ത് യുവാവിനെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ 3 പേർ അറസ്റ്റിൽ. അറസ്റ്റിലായത് ടി.വി.പുരം സ്വദേശികളായ കണ്ണൻ, രാഹുൽ, അഖിൽ എന്നിവർ. പ്രതികൾ അനധികൃതമായി പറമ്പിൽ കയറിയത് യുവാവ് ചോദ്യം ചെയ്തതിലുള്ള വൈരാഗ്യം മൂലമാണ് യുവാവിനെ കൊലപ്പെടുത്താൻ ശ്രമിച്ചതെന്ന് പോലീസ്. പത്തനംതിട്ട കോന്നിയിൽ ജനവാസ മേഖലയിൽ കാട്ടുപോത്തുകൾ ഇറങ്ങി. ഇളങ്കൊള്ളൂർ സ്കൂളിന് സമീപമാണ് 2 കാട്ടുപോത്തുകൾ ഇറങ്ങിയത്. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. കോട്ടയം കടപ്പുഴയാറ്റിൽ വിദ്യാർത്ഥി മുങ്ങി മരിച്ചു. മരിച്ചത് കൊല്ലം സ്വദേശി ഹാറൂൺ ഹാരിസ്. വിനോദയാത്രക്കെത്തിയതായിരുന്നു ഹാറൂണും സുഹൃത്തുക്കളും. കൊല്ലം ചിതറയിൽ വീട്ടമ്മയെ വീടു കയറി ആക്രമിച്ച സംഭവത്തിൽ പ്രതികൾ പിടിയിലായത് വാഴപ്പട സ്വദേശികളായ ഫൈസൽ, ജീവൻ എന്നിവർ. ഓട്ടോറിക്ഷ ഡ്രൈവർ ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെടുന്നതിനാണ് സമീപത്തെ വീട്ടിലേക്ക് ഓടിക്കയറിയത്. ഇതേ തുടർന്നാണ് പ്രതികൾ വീട്ടമ്മയെ ആക്രമിച്ചത്. വാഹനയുടമ ഫൈസലിനെ മാറ്റി സുധീഷിന് വാഹനം കൈമാറിയതിന്റെ വൈരാഗ്യമാണ് ആക്രമണത്തിന് കാരണം. പാലക്കാട് പരുതൂറിൽ അധ്യാപികയെ വീട്ടിലെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. മരിച്ചത് കാരുവാൻപടി സ്വദേശി ഷഹനാസ്. ചൊവ്വാഴ്ച വൈകിട്ടോടെയാണ് ഷഹനാസിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ട്രോമ കെയർ അംഗങ്ങൾ എത്തിയാണ് മൃതദേഹം പുറത്തെടുത്തത്. പാലക്കാട് പട്ടാമ്പിയിൽ KSRTC ബസ്സിടിച്ച് വയോധികന് ദാരുണാന്ത്യം. മരിച്ചത് ആമയൂർ സ്വദേശി കുഞ്ഞൻ. അപകടം പ്രഭാത സവാരിക്കിടെ. മലപ്പുറത്ത് ട്രെയിൻ യാത്രക്കിടെ ആൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിക്കാൻ ശ്രമിച്ച കേസിൽ 53-കാരൻ അറസ്റ്റിൽ. അറസ്റ്റിലായത് വല്ലപ്പുഴ സ്വദേശി ഉമ്മർ. പട്ടാമ്പി പോക്സോ കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. തിരുവനന്തപുരം കല്ലറയിൽ ബൈക്ക് നിയന്ത്രണം വിട്ടുമറിഞ്ഞ് കിണറ്റിൽ വീണ് 45-കാരൻ മരിച്ചു. മരിച്ചത് നീറുമൺകടവ് സ്വദേശി സഞ്ജു മദ്യപിച്ചിരുന്നതായി പോലീസ്. തിരുവനന്തപുരം മാറനല്ലൂരിൽ ഡ്രൈവിംഗ് പരിശീലനത്തിനിടെ പെൺകുട്ടിയോട് അപമര്യാദയായി പെരുമാറിയ പരിശീലകൻ അറസ്റ്റിലായത് മാറനല്ലൂർ സ്വദേശി സുരേഷ്.